എന്താടാ ഒരു കാര്യം ചോദിക്കും. അതെ, ഈ വാമപ്പ് നമുക്ക് എടുത്ത് കളഞ്ഞാലും ആകെ 4 മിനിറ്റ് അല്ലേ ഉള്ളൂ. അതിനിട്ട് മാർഗമില്ല. അതിൻ്റെ ആവശ്യം എന്താ? അത് കളയാം. എടാ, ഈ വാമപ്പിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വാമപ്പ് എന്ന് വിളിക്കുന്നത്? അത് വാമപ്പ് സെഷൻ ആയതുകൊണ്ടാണ് നമ്മളതിനെ വാമപ്പ് സെഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. എടാ, എത്ര പിള്ളേരാണ് പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത്, അയ്യോ സാറേ വാമപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കൂൾ ഡൗൺ ആയി, നല്ല രീതിയിൽ നമുക്ക് ഈ റോൾ പ്ലേ കാർഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ചുമ്മാ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നൊന്നുമല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നീ പറഞ്ഞാൽ ആപ്പടെ 4 മിനിറ്റ് കാര്യമുള്ളൂ അല്ലേ? അത് നീ മൈൻഡ് ചെയ്യണ്ട, പിള്ളേരതങ്ങ് പഠിച്ചോളും. മക്കൾ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ. കാരണം ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഒന്നും നീ മാറ്റണ്ട. ഓക്കെ. ഒരു കാര്യം കൂടെ, ഈ റോൾ പ്ലേ കാർഡില് എന്തിനാ 10,000 പ്രാവശ്യം പേര് പറയുന്നത്? ഒരു പ്രാവശ്യം പേര് പറഞ്ഞിട്ട് പിന്നെ ഹി എന്നോ ഷീ എന്നൊക്കെ വിളിച്ചാൽ പോരെ? എടാ, നമ്മൾ അത്രയും തവണ പേര് പറയുന്നത്, അത് മിനിമം 3 തവണ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 3 തവണ അതിൽ മിനിമം നമ്മൾ പേര് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ഉണ്ടല്ലോ, പേഷ്യൻ്റെ ഒന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ പതപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതൊക്കെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. അത് ക്രൈറ്റീരിയ അല്ലേ? ക്രൈറ്റീരിയക്കകത്തുള്ള സാധനമല്ലേ റിലേഷൻഷിപ്പ് ബിൽഡിങ്. അത് ഞാൻ നിനക്ക് തന്നെ പറഞ്ഞു തരണോ? നീയല്ലേ സ്പീക്കിങ്? വേണ്ടല്ലോ. അതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മക്കളൊന്നും ചെയ്യണ്ട. ഓക്കെ. പോടാ. ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ആ പോയത്. അവൻ്റെ അവസ്ഥ ഇങ്ങനെ. നമ്മളെ നിന്നെ കാണാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു.